ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദിനിയാണെങ്കിൽ മുളക് ഉണക്കാൻ വേണ്ടിയിട്ട് വിരിച്ചിടുന്ന സമയത്ത് വേദ വിക്രമിൻ്റെ റൂമിൽ നിന്ന് വരികയാണേ. വേദ ഇടയ്ക്ക് വിക്രമിനെ തിരിഞ്ഞു നോക്കുന്നത് നന്ദിനിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്നിട്ട് ഇവർ നിൽക്കുന്ന വീട്ടിലേക്ക് വേദ കയറി പോവാണ് കേട്ടോ. അപ്പോൾ നന്ദിനി എന്നൊന്നും വിളിച്ചിട്ട് നമ്മുടെ വേദ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദിനി വിക്രമിൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ വിക്രം ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നന്ദിനി എൻ്റെ ഈശ്വര ചതിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണേ. തുടർന്ന് നമ്മുടെ ദർശനാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ അവിടെ പോയി പ്രൊപ്പോസൽ വെച്ചത്? അത് പിന്നെ മോനെ, ഞങ്ങൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തില്ല, അവിടെ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയണേ. എനിക്കറിയാം, അച്ഛനും അമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചത്. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അതിലെന്താ കുഴപ്പമുള്ളത്? എൻ്റെ വിവാഹ കാര്യത്തെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ടെൻഷൻ കൊണ്ടൊന്നല്ല എൻ്റെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് സ്വത്തിനേക്കാൾ വലുത് അന്തസ്സും ആഭിജാത്യവുമാണ്. ഇനി വർഷയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബന്ധുക്കാരൊക്കെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. അവർ ചോദിക്കാൻ പോകുന്നതേ ഇവളുടെ വിശേഷകാരിയായിരിക്കില്ല, നിന്നെ എന്തുകൊണ്ടാ അവൾ ഉപേക്ഷിച്ചു പോയതെന്നായിരിക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, വല്ല നിശ്ചയമുണ്ടോ? ദീപ്തി എനിക്ക് എന്നും അനിയത്തിയാണ്. അനിയത്തി ആണെന്നല്ലേ, അല്ലാതെ സ്വന്തം ഒന്നല്ലല്ലോ. അതൊക്കെ ജീവിതം തുടങ്ങുമ്പോൾ റെഡി ആയിക്കോളും എന്ന് പറയണേ അമ്മ. ഞാൻ വേദയായിരുന്നു കല്യാണം കഴിച്ചതെങ്കിൽ അനിയത്തി ആക്കുമായിരുന്നല്ലേ ദീപ്തി? ഓ, ഇപ്പോഴും നിന്റെ മനസ്സിൽ അവൾ തന്നെയാണോ? എന്റെ മകൻ ഇപ്പോഴും പകൽക്കിനാവ് കാണുക. അവൾ ഇനി വന്നാൽ തന്നെ ഇത്രയും കാലം ഒരുത്തനോടൊപ്പം കഴിഞ്ഞ പെണ്ണിനെ സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണേ. അപ്പൊ ദർശൻ പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ ആരുടെ കൂടെ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, എനിക്കും അവളെ ഇഷ്ടമാണെന്ന് പറയാം കേട്ടോ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ദർശനോട് ദേഷ്യപ്പെട്ടിട്ട് അമ്മ അങ്ങ് പോവാണ്. തുടർന്ന് നമ്മുടെ വേദയാണെങ്കിൽ പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ്. അമ്മേ, ബിഗ് ഷോപ്പർ എവിടെ? മോളിതെങ്ങോട്ടാ? പുറത്തു പോയി വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങാം എന്ന് പറയുമ്പോഴേക്കും നന്ദിനി അങ്ങ് വരികയാണ്. എങ്ങോട്ടാ പോകാനുള്ള ലക്ഷണമാണല്ലോ. വീട്ടിലേക്കാണോ? എന്താ? വീട്ടിലേക്കാണെങ്കിൽ എനിക്ക് കൂട്ടായി വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണേ. അയ്യോ, ാലും അങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടാക്കല്ലേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയട്ടെ നന്ദിനി. ഇത് കേൾക്കുന്ന വേദ, കൂടെ വരികയാണെങ്കിൽ അതെന്റെ ഗതികേടാവുമല്ലോ എന്ന് ഓർത്ത് നിൽക്കായിരുന്നു ഞാൻ എന്ന് പറയുമ്പോൾ നന്ദിനി അങ്ങ് ചമ്മി പോവാട്ടോ. അതേസമയം കമലൊക്കെ ചിരിക്കുന്നുണ്ട്. പച്ചക്കറിക്കാരി ഇങ്ങോട്ട് വന്നോളൂ മോളെ. ഇല്ലമ്മേ, അവരുടെ മകളുടെ കല്യാണം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, വീട്ടിലിരിക്കുകയാണെങ്കിലും നാട്ടിലുള്ള എല്ലാ കാര്യവും അറിയാം. വല്ലപ്പോഴും വായ തുറക്കുന്നത് പരദൂഷണം പറയാനും കുശലം പറയാനും മാത്രം ആവരുത്. ഇടയ്ക്കൊക്കെ അവരുടെ വിശേഷവും തിരക്കാ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, കുശുമ്പോ? ഞാനോ? നീ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ കുശുമ്പ് പറയുന്നുണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? നോക്കമ്മേ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും കുശുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല എന്ന് പറയട്ടോ. കമല, ഉണ്ടോ ശ്രീജയെടുത്തി? അപ്പൊ ശ്രീജ എങ്ങനെ ചിരിക്കാണേ. എന്നിട്ടിപ്പോ ഇവള് പറയുന്നത് കേട്ടില്ല, ഞാൻ കുശുമ്പത്തിയാണെന്ന്. അവള് നീ ചോദിച്ചതിന് സമാധാനം പറഞ്ഞെന്നല്ലേ ഉള്ളൂ നന്ദിനി എന്ന് ചോദിക്കാട്ടോ കമല. വല്ലപ്പോഴും വായ തുറക്കുന്നത് പരദൂഷണം പറയാനും കുശലം പറയാനും മാത്രം ആവരുത്. ഇടയ്ക്കൊക്കെ അവരുടെ വിശേഷവും തിരക്കാ എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, കുശുമ്പോ? ഞാനോ? നീ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ കുശുമ്പ് പറയുന്നുണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? നോക്കമ്മേ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും കുശുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല എന്ന് പറയട്ടോ. കമല, ഉണ്ടോ ശ്രീജയെടുത്തി? അപ്പൊ ശ്രീജ എങ്ങനെ ചിരിക്കാണേ. എന്നിട്ടിപ്പോ ഇവള് പറയുന്നത് കേട്ടില്ല, ഞാൻ കുശുമ്പത്തിയാണെന്ന്. അവള് നീ ചോദിച്ചതിന് സമാധാനം പറഞ്ഞെന്നല്ലേ ഉള്ളൂ നന്ദിനി എന്ന് ചോദിക്കാട്ടോ കമല. അപ്പൊ ശ്രീജ പറയുന്നുണ്ട്, വേദ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതല്ലേ, അത് നിന്നെക്കുറിച്ചാണെന്ന് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും കമല പറയുന്നുണ്ട്, എങ്കിൽ ശ്രീജ കൂടി വേദയുടെ കൂടെ പോ മോളെ. നന്ദിനി, നീ ഇങ്ങ് വാ, ഇന്ന് നമുക്ക് 2 പേർക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയുമ്പോഴേക്കും ഞാനോ എന്ന് ചോദിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പൊ ശ്രീജ പറയുന്നുണ്ട്, അടിച്ചാരി ഇട്ടിട്ടുണ്ട്, ഇനി ഒന്ന് തുടയ്ക്കണം, പാത്രം കഴുകണം, അലക്കണം, അത്രേ ഉള്ളൂ. എന്താ അത്ര പോരെ എടത്തി എന്നിങ്ങനെ ചോദിക്കാട്ടോ നന്ദിനി. ശ്രീജ പറയുന്നുണ്ട്, വേദ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ശ്രീജയും വേദയും കൂടെ പച്ചക്കറി കടയിലെത്തുകയും അവിടെ നിന്ന് പച്ചക്കറി തിരഞ്ഞെടുക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, നീ ഇവിടെ നോക്ക്, ഞാൻ അപ്പുറത്ത് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ആ കടക്കാരനോട് പാവയ്ക്കൊക്കെ എന്താ വില എന്ന് ചോദിക്കുമ്പോൾ 60 രൂപ എന്ന് പറയുമ്പോഴേക്കും അയാളപ്പോൾ ശ്രീജയെ കണ്ടതും ശ്രീജയുടെ അടുത്തേക്ക് തൊട്ടുരുമി പോവാണ് കേട്ടോ.
അപ്പോൾ ശ്രീജയ്ക്ക് പേടിയാവേ. ഇത് കാണുന്ന വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഏടത്തി? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ അടുത്ത പച്ചക്കറി എടുക്കുമ്പോഴും അയാള് ഇങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ വേദയുടെ അടുത്തേക്ക് വന്നിട്ട്, മതി പച്ചക്കറി എടുത്തത്, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. എന്താ ഏടത്തി? അതിന് പച്ചക്കറി എടുത്തു കഴിഞ്ഞില്ലല്ലോ. മതി വേദ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ഏടത്തി ഇതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്ക്, ഞാൻ 1-2 സാധനം കൂടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീജയുടെ അടുത്തേക്ക് വീണ്ടും അയാൾ എത്താണ് കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന ഒരു കത്തി എടുത്ത് നമ്മുടെ വേദ അയാളുടെ വയറിന്റെ അവിടെ അങ്ങനെ കാണിക്കാണ് കേട്ടോ. എടോ, എല്ലാ പെൺകുട്ടികൾക്കും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല, അത് താന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്, പോടാ എന്ന് പറയണേ. ഇതൊക്കെ ഇത്രയുള്ള ഇടത്തി ഞാനാകെ പേടിച്ചു പോയി വേദ, പേടിച്ചിട്ടാണ് ഞാൻ വേഗം പോകാം എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ കടക്കാരൻ പറയുന്നുണ്ട്, ഇങ്ങനെ ധൈര്യമുള്ളവർ ഉണ്ടായ കുറെ ഞരമ്പന്മാരുടെ സൂക്കട് അങ്ങ് തീരും. ചേട്ടാ എത്രയായി എന്ന് ചോദിക്കുമ്പോൾ അയാള് 140 എന്ന് പറഞ്ഞു കൊടുക്കാണ്. അയ്യോ, തീ പിടിച്ച വിലയാണല്ലോ ഏട്ടാ, ഇതിനേക്കാൾ നല്ലത് സ്വർണം വാങ്ങുന്നതാ. സ്വർണം കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മോളെ, ചേട്ടൻ ആള് കൊള്ളാലോ എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ശ്രീജ പൈസ എടുത്തു കൊടുക്കുകയാണ്. വേണ്ട എടുത്തി, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പച്ചക്കറി വാങ്ങാനുള്ള പൈസ തന്നിരുന്നു, അത് ഏടത്തിയുടെ കയ്യിലിരിക്കട്ടെ. അയ്യോ അത് വേണ്ട, എങ്കിൽ പിന്നെ നമുക്കത് അടിച്ചു പൊളിക്കാം എന്ന് പറയട്ടോ. അയ്യോ മോളെ അത് വേണ്ട, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ, എങ്കിൽ പിന്നെ ആ ക്യാഷ് കൊണ്ട് നമ്മൾ പച്ചക്കറി മേടിച്ചു എന്ന് വെച്ചോ, ഇത് എൻ്റെ വക ഒരു ചിലവ് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും മിഠായിയൊക്കെ വാങ്ങി തിന്നു പോവാണ് കേട്ടോ. അങ്ങനെ അവർ നടന്നു പോകുന്ന വഴി നമ്മുടെ ശ്രീജു ചോദിക്കുന്നുണ്ട്, പ്രതികരിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടുന്നാ കിട്ടുന്നത്? ഞാൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേശ്ശെ ബാഗിൽ നിന്ന് പുറത്ത് എടുത്ത് കൈ പിടിക്കും. കളിയാക്കാൻ പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ ശ്രീജേടത്തി, ഈ ലോകം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതാന്ന് ഉള്ള ഒരു തോന്നൽ മതി, നമുക്കതിനുള്ള ധൈര്യം കിട്ടും. അങ്ങനെയാണോ നീ ഒരു താലിയുടെ പേരിൽ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന് ചോദിക്കണേ? പിന്നല്ലാതെ. അപ്പോൾ ശ്രീജു ചോദിക്കുന്നുണ്ട്, നിന്നെ ആ വീട്ടിൽ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു കാര്യമുണ്ട്, അതിപ്പോ വിക്രം ഇങ്ങനെ ആവാൻ എന്തോ ഒരു കാരണമല്ലേ ചേച്ചി? അതുപോലെ തന്നെ ഞാൻ അവിടെ എത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും വേദ ദീപ്തിയെ കാണാണ് കേട്ടോ. ശ്രീജടത്തി എന്റെ അനിയത്തിയാ, വേഗം വാ എന്ന് പറഞ്ഞിട്ട് ദീപ്തി ദീപ്തി എന്ന് വിളിച്ചിട്ട് പിറകെ പോകുന്നുണ്ട്. ദീപ്തി ആദ്യം കണ്ടതും നല്ല ചിരിച്ച് നിൽക്കാണ്, പെട്ടെന്ന് തന്നെ സ്വഭാവം മാറുകയാണ് കേട്ടോ. ചേച്ചി എനിക്ക് കാണണ്ട, നീ എന്താ മോളെ ഈ പറയുന്നേ? ചേച്ചി കാരണം ഞാനാ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദർശൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരമൊക്കെ ദീപ്തി പറയാണ് കേട്ടോ. കേട്ടിട്ട് നമ്മുടെ വേദ ദർശനെ വിളിക്കുന്നുണ്ട്. സുഖമാണോ വേദ? എനിക്ക് സുഖാണ്, ഹൗ ആർ യു എന്ന് ചോദിക്കാണ്. വേദയ്ക്ക് സന്തോഷമാവുകയാണെങ്കിൽ എനിക്ക് സുഖാണ് എന്ന് പറയട്ടെ ദർശൻ. അപ്പൊ വേദ ദീപ്തിയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞതല്ല, അത് അമ്മയും അച്ഛനും കൂടി പ്രൊപ്പോസൽ വെച്ചതാണ്, അത് ഞാൻ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്തോളാം വേദ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ദർശൻ മാത്രമാണെന്ന്.